ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആട്ടോ. സൺഡേ ഞങ്ങളിന്ന് പള്ളി പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാട്ടോ ഇത്. ടുഡേ സൺഡേസ് ഫണ്ടേ എന്നാണല്ലോ. സമ്മതിക്കില്ല കെട്ടിയൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നില്ലാട്ടോ. കാരണം ഇച്ചാൻ്റെ ഫോണിൽ ഫുള്ളും വീഡിയോസ് എടുത്ത് നിറയ്ക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് സ്റ്റോറേജ് കൂടുതലില്ല കേട്ടോ. വീട്ടിൽ പോയതിനു ശേഷം ഒരു ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പണികൾ തുടങ്ങുന്നതായി. ഞായറാഴ്ച ദിവസമായിരിക്കും എനിക്ക് ഏറ്റവും പണി കൂടുതലുണ്ടാകുന്ന കേട്ടോ. കാരണം ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ലോണം ലേറ്റാവും. പിന്നെ എല്ലാ പണിയും ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനെക്കാട്ടിലും ലേറ്റാവും. ഞായറാഴ്ച ദിവസം എല്ലാവരെയും വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്നത് പതിവുണ്ടല്ലേ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. മിക്ക ദിവസം ചിക്കൻ ഉണ്ടാവും. അപ്പോൾ ഇന്ന് തന്നെ ഇച്ചൻ ചിക്കനും കപ്പയും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കപ്പയും നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇതിലേറ്റവും സിമ്പിളായിട്ട് ഞാൻ കപ്പ പൊളിക്കുന്നതിന് പണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. പണ്ട് അമ്മ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നു, അറിയത്തില്ല. ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യും. ഇങ്ങനെ കപ്പ പൊളിക്കാനൊന്നും ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം എല്ലാം നന്നായിട്ട് പഠിച്ചു. അതിന് മുന്നേക്ക് എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് അമ്മയെ സഹായിക്കത്തേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുക്കളയിൽ കയറി വലിയതായിട്ട് അങ്ങനെ ചെയ്തൊന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല. ഇപ്പോൾ പിന്നെ എല്ലാം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1.5 വർഷം ആയിട്ടില്ല. ഇപ്പോൾ എല്ലാം അത്യാവശ്യം ഒരു വീട്ടിൽ എല്ലാ പണികളും എനിക്കറിയാം. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പോൾ എല്ലാം പഠിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടില്ലേ എത്ര വളരെ പെട്ടെന്നാണ് കപ്പ പൊളിച്ചെടുത്തത്. ഇപ്പോൾ ഈ കപ്പ പൊളിച്ചെടുത്ത് നല്ല കഴുകി നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കപ്പയിൽ വെട്ടി നുറുക്കിയെടുക്കാം. അത്രയും ഭീകരത വേണ്ടല്ലേ. കപ്പ ചെറുതായിട്ട് നമുക്കത് നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എന്നാ ഉണ്ടാക്കാനാണ്. സാധാരണ എല്ലാ ദിവസവും നമ്മൾ കപ്പ പുഴുങ്ങിയതും ചിക്കൻ കറിയാണല്ലോ. എങ്കിലും ഇന്നൊരു വ്യത്യസ്തത നോക്കാമെന്ന് വിചാരിച്ചു. വീഡിയോയ്ക്ക് അല്പം ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഒന്ന് സ്പീഡായി കൊടുക്കും കേട്ടോ. ഒരു വെറൈറ്റി പിടിക്കാൻ വന്നേ ഉള്ളൂ. പക്ഷേ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പം ഞാൻ ആദ്യം നമുക്ക് കപ്പയെന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ ആലോചിക്കാമെന്ന് വെച്ചാൽ നമ്മൾ സമയം കിട്ടുമല്ലോ. നമുക്ക് പാത്രത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് കുക്കറിലാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിലിട്ട ശേഷം ഒന്നും കൂടെ 2-3 വെള്ളം കൂടെ കഴുകണം കേട്ടോ. അതിനുശേഷം നമ്മൾ പുതിയ വെള്ളം കൂടെ എടുത്ത് വെക്കാവുന്നതാണ്. കപ്പ മുങ്ങി നിൽക്കാൻ പാകത്തിന് നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് വേഗം എന്ത് കിട്ടത്തുള്ളൂ. മാത്രമല്ല നമ്മൾ കുക്കറിൽ എന്ത് പുഴുങ്ങാൻ വെച്ചാലും നമ്മൾ അത് നിൽക്കുന്നതിൻ്റെ കുറച്ച് മേലെ തന്നെ വെള്ളം നിർത്തിയേക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാനും കൂടെ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ നമ്മുടെ കപ്പയിൽ കപ്പ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കപ്പ വേകുന്നതിന് മുന്നേ ഉപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഉപ്പ് കപ്പയിൽ പിടിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തത്. നമുക്ക് കപ്പ വേകാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കുറച്ച് നേരം എന്തെങ്കിലും മൂന്നാളിട്ട് കാണിച്ചുകൊണ്ടിരിക്കാം. ഈ കാണുന്ന ഞാനേ അല്ല, ഞാൻ വേറെ എവിടെയോ ആണ് എന്ന് പറയുന്നത് സലങ്കുമാരുടെ ഡയലോഗായിട്ട് എനിക്ക് ഓർമ്മ വരുന്നേ. കപ്പ ഇപ്പം നമുക്ക് ഒരു 3 പിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമുക്കത് ഓഫായി കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ആ എയർ കളയണ്ട കേട്ടോ. അതങ്ങനെ തന്നെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് വീവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നാലേക്കോട്ടെ ഇപ്പോൾ എന്നാ വെറൈറ്റി ഉണ്ടാക്കേണ്ടതെന്ന്. കപ്പ നന്നായിട്ടൊന്ന് വെന്ത് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നല്ല നാടൻ പാൽക്കപ്പയായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നേ. കുറച്ച് സമയം എടുത്ത് ആലോചിച്ചാലും ഇപ്പം എന്നാ നല്ലൊരു ഐഡിയ കിട്ടിയില്ലേ. നമ്മളിന്ന് പാൽക്കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കപ്പ നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് ഉടയ്ക്കണം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഞാനൊന്ന് ഉടയ്ക്കുവാണ്. ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഉടയ്ക്കണം കേട്ടോ. കപ്പ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ നല്ലപോലെ കുറുക്കിയൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൽക്കപ്പയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ പാൽക്കപ്പയ്ക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടതും തേങ്ങാപ്പാൽ തന്നെയാണ് അല്ലേ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം 2 തേങ്ങ കേട്ടോ. അതായത് 2 തേങ്ങ പകുതിയായിട്ട് 4 മുറിയാക്കി നന്നായിട്ട് തിരവി എടുത്തതിന് ശേഷം, അതായത് ചെറുകി എടുത്തതിന് ശേഷം അതിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് തേങ്ങാപ്പാൽ എടുക്കുക കേട്ടോ. ഇപ്പോൾ 1-ാം പാലും 2-ാം പാലും നമുക്ക് ആവശ്യമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1 വറ്റൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇവയാട്ടോ നമുക്ക് പാൽക്കപ്പ് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്കിത് മിക്സിയിലിട്ട് ചതയ്ക്കുന്നതിനെക്കാട്ടിലും കല്ലിലിട്ട് ചതയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട്. കാരണം കൂടുതലും ടേസ്റ്റും അതാണ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് തേങ്ങാപ്പാലാട്ടോ. തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന പേസ്റ്റാട്ടോ. അതിനുശേഷം നമ്മൾ 2-ാം പാലൊന്ന് ഒഴിക്കുകയാണ്. 2-ാം പാൽ ഒഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയുള്ളിയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി ഒരല്ലി കുറച്ച് മാത്രം മതി. അത് ശ്രദ്ധിക്കുക. ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടം കൂടെ ഇട്ട് കൊടുക്കുക. ഈ 2-ാം പാലൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 1-ാം പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
രണ്ടാം പാലിട്ട് വേണം തിളപ്പിക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാം പാലിട്ടിട്ട് നമ്മൾ പിന്നെ തിളപ്പിക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാം പാലിട്ട് നന്നായിട്ട് അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം അധികം തിളയ്ക്കേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തിളച്ചാൽ വേഗം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച ശേഷം തന്നെ നമുക്ക് വേഗം കടുക് പൊട്ടിക്കാവുന്നതാണ്. നമ്മൾ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കടുക് താളിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് വളരെ വേഗം തന്നെ നമ്മൾ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം തന്നെ ഞാൻ സവാളയെന്ന് നന്നായിട്ടൊന്ന് അരിയാം കേട്ടോ. ചിക്കൻ കറിക്ക് ചിക്കൻ ആവശ്യത്തിനുള്ള സവാള എടുത്തിട്ട് അരിയാം കേട്ടോ. ശേഷം നമ്മുടെ കറിക്ക് ആവശ്യമുള്ള തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട പച്ചമുളക് എടുക്കുക, കട്ട് 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 കട്ട്. അതുപോലെ നമുക്ക് വേണ്ട തക്കാളി എടുക്കുക, കട്ട് 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 കട്ട്. എത്ര സിമ്പിളല്ലേ വേഗത്തിലേക്ക് കഴിഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഞാനിപ്പോൾ മിക്സിയിൽ അടിക്കത്തില്ല, അധികവും ഞാൻ ചതച്ചാട്ടോ എടുക്കുന്നത്. ചതച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചതച്ച് ഞാൻ എടുക്കണം. അപ്പോൾ ചതയ്ക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചതയ്ക്കുന്നതിനെക്കാട്ടിലും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് ഇത് ചതയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇഞ്ചിയൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടും കേട്ടോ. കാണുന്നതായിട്ട് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പീസ്: തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഇത്രയായിട്ട് നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള റെസിപ്പീസ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് നമുക്ക് പെരുംജീരകം കൂടെ വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാൻ നേരത്തെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ വേഗം വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി ഇവ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വഴറ്റി വെച്ചിരിക്കുന്ന സവാളയ്ക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് വഴലുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇവയൊന്ന് നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മുഴുവൻ ചിക്കനും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതായത് ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഫുൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതായത് അടി കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ട്. അതിനുശേഷം നമുക്കിതൊരു 10-15 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അതായത് നമ്മളിതിലോട്ട് കുറച്ച് ലേശം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. ചിക്കനെയും തന്നെ വെള്ളം ഇറങ്ങുന്നവർ നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കെട്ടിയോൻ സമ്മതിക്കില്ല, എന്നാ പരിപാടി കാണിച്ചാലും അതിൻ്റെ ഒക്കെ ഇടയ്ക്കൊന്ന് കുളമാക്കും കേട്ടോ. നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് എനിക്കിങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ കുക്കിങ്, ഇത് രണ്ടുമാണ് ഞാൻ ഒരുമിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പാൽക്കപ്പയും റെഡി ആയിട്ടുണ്ട്, പാൽക്കപ്പയും ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ ഒരു ചെറിയൊരു ബെല്ല് കാണും, അതൊന്ന് കുത്തിപ്പൊട്ടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.